വണ്ടി ഓടിച്ചിരുന്നത് ബിജുവാണ്. ബിജു ഉറങ്ങിപ്പോയതാകാം, അമിത വേഗമാകാം. ഈ രണ്ട് കാരണങ്ങളാണ് പ്രാഥമിക നിഗമനമായി നമ്മുടെ മുന്നിലുള്ളത്. പ്രദേശത്ത് അപകടങ്ങൾ ഇപ്പോൾ ധാരാളമായി നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും റോഡ് നവീകരിച്ചതിന് ശേഷം. എന്നാൽ 4 പേരുടെ മരണം അത് ആ നാടിനെയും ഞെട്ടിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ, മുറിഞ്ഞകല്ല് ഭാഗത്തൊക്കെ വീടുകളൊക്കെയുള്ള ഭാഗമാണ് ഈ അപകടം നടന്ന സ്ഥലം. ആ കാർ കിടക്കുന്നതിന് അപ്പുറത്തൊക്കെ നിരവധി വീടുകൾ റോഡ് സൈഡിൽ തന്നെ ഉള്ള ഇടമാണ്. അവിടേക്കുള്ള ആളുകൾ ഈ അപകട ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവരാണോ പ്രാഥമികമായി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്? പ്രവീൺ. അതേ സുജയ, റോഡിൻ്റെ ഇരുവശത്തും ധാരാളം വീടുകളുള്ള ഒരു മേഖല കൂടിയാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞകൽ ഭാഗത്ത് ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപമൊക്കെ ധാരാളം വീടുകളുണ്ട്. പുലർച്ചെ 4:30 അതുകൊണ്ട് തന്നെ വലിയ ശബ്ദം കേട്ട് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാർ ബസ്സിൻ്റെ മുൻവശത്ത് ഇടിച്ചു കിടക്കുന്നത് കണ്ടത്. ആദ്യം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടൻ തന്നെ കൂടൽ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ നാട്ടുകാരെ കൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം കാറിൻ്റെ മുൻവശം അതുപോലെ തകർന്ന് അകത്തേക്ക് കയറിയ നിലയിലായിരുന്നു. എൻജിൻ ഭാഗം ഉൾപ്പെടെ അകത്തേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു. പിന്നീട് നാട്ടുകാർ പരമാവധി ശ്രമിച്ചു. പിന്നീട് കൂടൽ പോലീസും സ്ഥലത്തേക്ക് എത്തി. ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും പാഞ്ഞെത്തി. അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ആദ്യം ഈ കാറിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ആ ഡോർ തുറക്കാൻ ഏറെ പണിപ്പെട്ടു. പുറവശത്തെ ഡോർ തുറക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ 4 പേരെയും പുറത്തേക്ക് എത്തിച്ചു. ഈ 3 പേർക്ക് അവിടെ വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും പിന്നീട് കാർ വെട്ടിപ്പൊളിച്ച് 4 പേരെയും തൊട്ടടുത്ത് തന്നെയുള്ള കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടനെ എത്തിച്ചു. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ കോന്നി MLA ദിനേഷ് കുമാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഉന്നത നിലവാരത്തിൽ ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കോന്നിക്കും ഒപ്പം തന്നെ പത്തനാപുരത്തിനുമിടയിൽ ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ്, രോഗിയുമായി പോയ ഒരു ആംബുലൻസ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചിരുന്നു. പലപ്പോഴും ഈ മഴയുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ സ്കിഡ് ചെയ്യുന്നത് ഇവിടെ പതിവാണ്. കാരണം വാഹനങ്ങൾ ശരാശരി 70 കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിലായിരിക്കും ഈ റോഡിൽ കൂടി സഞ്ചരിക്കുക. അത്രയും നിലവാരത്തിലുള്ള റോഡായതിനാൽ പരമാവധി 70 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ പെട്ടെന്ന് വളവുകൾ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പരിചിതമല്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ ഒരു പക്ഷേ ഈ വളവുകളോട് ചേർന്ന് വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യത ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ നടന്ന അപകടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റോഡിനെ പറ്റി അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ കാറിലുണ്ടായിരുന്നത്. കാരണം അവർ ഈ പത്തനംതിട്ട കോന്നി വട്ടക്കുളഞ്ഞി സ്വദേശികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ ഘടനയെക്കുറിച്ചും അതിൻ്റെ വളവുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ചുമൊക്കെ ധാരണ ഉള്ളവരായിരിക്കാം. ഒരുപക്ഷെ നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ ഡ്രൈവർ ഉറങ്ങിയതായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിന് കാരണം. പക്ഷേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊക്കെ ഇനി മോട്ടോർ വാഹന വകുപ്പാണ് അവരുടെ പരിശോധനയിൽ കൂടിയാണ് അത് തെളിയിക്കേണ്ടത്. ഇനി വാഹനത്തിന് എന്തെങ്കിലും യന്ത്ര തകരാറുണ്ടായിരുന്നോ, ബ്രേക്ക് സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ ഈ ബസ്സിൻ്റെ മുൻവശത്തേക്കാണ് കാർ നേരിട്ട് ഇടിച്ചു കയറി. എതിർ ദിശയിൽ വന്ന വാഹനങ്ങളാണ്. സ്വാഭാവികമായും അതിൽ പ്രവീൺ, ഇപ്പോൾ ഈ മുറിഞ്ഞകലിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അതോ ദർശനത്തിനായി പോവുകയായിരുന്നു? ഈ 2 വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ഒരു സാഹചര്യം, രണ്ടും 2 ലെയിനിലൂടെയാണ് വരേണ്ടത്. സ്വാഭാവികമായി